നമസ്കാരം. ജ്യോതിഷവും ഭക്ഷണശൈലിയും അത് മനുഷ്യജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾക്കിവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ വെജിറ്റേറിയനായിരിക്കുന്നതാണോ നല്ലത്, ഞാൻ നോൺ വെജിറ്റേറിയനായിരിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിക്കാതെ തന്നെ മെഡിക്കൽ അസ്ട്രോളജി പറയുമ്പോൾ എന്ന് വെച്ചാൽ ആരോഗ്യ വിഷയം, രോഗവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച്, രോഗം ഏതൊക്കെ തരത്തിൽ വരാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏതൊരു ഗ്രഹനിലയിലും എല്ലാ ഗ്രഹനിലയിലും കണ്ടെത്താൻ കഴിയും. അതിനെക്കുറിച്ച് പറയുന്ന സമയത്താണ് ഞാൻ ഭക്ഷണശൈലിയെക്കുറിച്ച് പറയാറ്. അപ്പോൾ ചിലരുടെ ഗ്രഹനില നോക്കുമ്പോൾ മാംസഭക്ഷണം തീരെ കഴിക്കാനേ പാടില്ല എന്ന് പറയേണ്ടി വരും. അവർ തന്നെ പറയാറുണ്ട്, ശരിയാണ്, മാംസഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളാണ് മനസ്സിനും ശരീരത്തിനും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ ജന്മത്തിൽ ഞാൻ ധാരാളം അത് ശീലിച്ചു പോയി എന്ന് പറയുകയും ചില കാലയളവിൽ വ്രതാനുഷ്ഠാനങ്ങളിൽ ഇരിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത് അത് പാടില്ല, ആ സമയത്ത് ഞാൻ എത്ര സ്വസ്ഥനായിരിക്കുന്നു അല്ലെങ്കിൽ സ്വസ്ഥയായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് എന്ന് എന്നോട് പറയാറുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരിങ്ങനെ പറയുന്നത്. അങ്ങനെ അവർ തിരിച്ച് വെജിറ്റേറിയനായി തന്നെ ഇരിക്കുന്ന സമ്പ്രദായത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചിലർക്ക് നോൺ വെജ് വളരെ പ്രധാനമായിട്ടുള്ള ശരീരഘടനയുണ്ട്. രജോ ഗുണപ്രധാനികൾക്കും തമോ ഗുണപ്രധാനികൾക്കും മാംസാഹാരം എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ തന്നെ കുറച്ചൊരു പ്രശ്നം പോലെ തോന്നാറുണ്ട്. അപ്പോൾ അവർ വെജിറ്റേറിയൻ ആയിരിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ച് വളരുന്ന കുലത്തിൽ ജനിച്ചാൽ പോലും പാത്തും പതുങ്ങിയെങ്കിലും പോയിട്ട് മാംസഭക്ഷണം കഴിക്കുന്ന ശൈലി വരാറുണ്ട്. ഇത് വരാതിരിക്കാൻ വേണ്ടി സസ്യഭക്ഷണം ശീലിക്കുന്ന പരമ്പരാഗത സമൂഹങ്ങളിൽ മാംസഭക്ഷണത്തിലേക്കുള്ള ആഗ്രഹവും അഭിനിവേശവും ഒന്നും ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിലേക്ക് മന്ത്രതന്ത്ര ജപങ്ങളും മറ്റ് മന്ത്രതന്ത്രാദികളും അനുഷ്ഠാനങ്ങളുമൊക്കെ അനുഷ്ഠിച്ച് കൊണ്ടുവന്ന് അതിനെ അതിജീവിക്കാറുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പലർക്കും അറിയുന്നില്ല. ഞാൻ പറഞ്ഞത് സസ്യഭക്ഷണം മാത്രം കഴിക്കുന്ന സമൂഹങ്ങളിൽ ജനിക്കുന്നവർക്ക് പോലും ജനിക്കുന്ന രജോ ഗുണപ്രധാനികൾക്കും തമോ ഗുണപ്രധാനികൾക്കും മാംസഭക്ഷണത്തിലേക്കുള്ള അഭിനിവേശം ഉണ്ടാകാനിടയുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതിനെ അതിജീവിക്കാൻ അവർക്ക് ഉന്നതമായ അല്ലെങ്കിൽ കോൺഷ്യസ് ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ജീവികളെ കൊല്ലുന്നതിലുള്ള അപാകത, അതിനെക്കുറിച്ച് കൊല്ലുന്നതിലുള്ള ആ ഹിംസയെക്കുറിച്ച് അതിൻ്റെ ജീവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പലവിധ ഘടകങ്ങളും മനസ്സിലാക്കിക്കുന്ന ജീവിതശൈലികൾ തുടർന്ന് എന്ന് വേണം പറയാൻ. അങ്ങനെ അവരെ ആ ഒരു മാനസിക ഘടനയിൽ നിന്ന് മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് വരാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ കൗമാരത്തിലെത്തിക്കഴിയുമ്പോൾ ഇവരുടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനത്താൽ ഇത്തരം ശീലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. പക്ഷേ ആ ശൈലികൾ സസ്യഭുക്കുകൾ ജനകീയമായിരിക്കുന്ന സമൂഹത്തിൽ ഇല്ലാതെ പോയിരിക്കുന്നതിനാൽ ഇപ്പോൾ അവരിൽ പലരും രഹസ്യമായിട്ടും ഒക്കെ പോയി മാംസഭക്ഷണ ശീലത്തിലേക്ക് പോകാറുണ്ട്. ചില ഗ്രഹനിലയിൽ നാൽക്കാലികളുടെ മാംസം കഴിക്കരുത് എന്നുള്ള യോഗം കാണാറുണ്ട്, ഫലം കാണാറുണ്ട്. യോഗം എന്ന് വെച്ചാൽ ഫലം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ആ ഫലം മനസ്സിലാക്കിയിട്ട് നാൽക്കാലികളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് വേണ്ടത്. ചിലർക്ക് യാതൊരു വിധത്തിലും മാംസഭക്ഷണം കഴിക്കരുന്നുണ്ട്. ചിലർക്ക് ഗ്രഹനില അനുസരിച്ച് ഈ മുട്ട പോലുള്ള കാര്യങ്ങൾ, ഭ്രൂണം അങ്ങനെയുള്ള വസ്തുക്കൾ വേണമെങ്കിൽ ഉപയുക്തമാക്കാം എന്ന് കാണാറുണ്ട്. അതുപോലെ മത്സ്യത്തിനെ തന്നെയാണെങ്കിൽ നമ്മൾ ഇഴയുന്ന ഈ മത്സ്യം പോകുന്ന രീതിയിലല്ലാതെ കാലുകൾ കൊണ്ട് നടക്കുന്ന ജലജീവികളുണ്ട്. അവയുടെ ഭക്ഷണം കഴിക്കാനേ പാടില്ല എന്ന് പറയാറുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഞണ്ട്, കൊഞ്ച് എന്നീ ജീവികളൊക്കെ. അത് നമ്മൾ മത്സ്യത്തിൻ്റെ ഗണത്തിൽ പെടുത്തുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അത് മത്സ്യമെന്ന് പറയാനൊക്കുമോ? അതൊരു ജലജീവിയാണത്, കാലുകൾ കൊണ്ടിങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് പ്രത്യേക ചലന ശൈലിയാണ്. അതാണ് അവിടുത്തെ നമ്മൾ പരിഗണിക്കുന്നത്. അവയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ആ ശരീരത്തിലെ ധാതുലവണങ്ങളുടെ പ്രത്യേകതകൾ ഇതെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. അത് പറയുന്നത് കൂടുതലും ചർമ്മരോഗം വരാൻ സാധ്യതയുള്ള ഗ്രഹനിലയുള്ളവരോടാണ് പറയുന്നത്, അത്തരം ഭക്ഷണം ഒഴിവാക്കൂ. ചർമ്മരോഗസാധ്യത ഉള്ള ഗ്രഹനിലക്കാർ ഈ കാലുകുത്തി നടക്കുന്ന ഞണ്ട്, കൊഞ്ച് മുതലായ ജീവികളുടെ മാംസം കഴിച്ചാൽ ചർമ്മരോഗ സാധ്യത കൂടുകയും അതിലൂടെ തന്നെ മരണം സംഭവിക്കാനുമൊക്കെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കേണ്ടതാണ്. ചർമ്മരോഗ സാധ്യത ആർക്കാണ് കൂടുതലായി വരുന്നത്? പൂർവ്വജന്മദോഷത്തിലൂടെയാണ് നമ്മളത് കണ്ടെത്തുന്നത്. രാഹുവിൻ്റെ
ഓരോ ഗ്രഹനിലയിലും രാഹു ഏത് ഭാവത്തിൽ നിൽക്കുന്നു, രാഹുവിനോടൊപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ യോജിച്ച് നിൽക്കുന്നു എന്ന് വെച്ചാൽ കൂട്ടുചേർന്ന് നിൽക്കുന്നു എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ടും ചന്ദ്രനെ കൊണ്ടും ഒക്കെ കൂടിയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ രാഹു, ചന്ദ്രൻ, കേതു ഇവയ്ക്കൊക്കെ പ്രാധാന്യമുണ്ട്. രാഹു വളരെയേറെ പ്രധാനമാണ് നമ്മൾക്ക് ഈ ചർമ്മരോഗത്തെക്കുറിച്ച് പറയുന്നതിൽ. രാഹു മറ്റു പല രോഗങ്ങൾക്കും പ്രധാനമാണ് പറയുന്നത്. ഉദരരോഗം, ഇപ്പോൾ 6-ാം ഭാവത്തിലാണ് രാഹുവെങ്കിൽ ഉദരരോഗത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട്. അതൊരുപാട് കാര്യങ്ങൾ അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഹുവിനെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രതികൂല ഫലം കണ്ടിട്ട് ഉടനെ പറയുന്നത് സർപ്പദോഷമുണ്ട് എന്നൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും അതിനെ എന്താണ് പ്രതീകവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കണം. എല്ലാം രാഹുവിനെ സർപ്പദോഷമെന്ന് അനുമാനിക്കാതെ അവിടെ ഏത് തരത്തിലുള്ള ദുരിതമാണ് ആ രാഹു വരുത്തി വയ്ക്കാൻ പോകുന്നത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഹു ചിലപ്പോൾ ബ്രെയിൻ നെർവ്സിനെ, തലച്ചോറിലെ മസ്തിഷ്ക നാഡികളെ ഒക്കെ ആയിരിക്കാം ബാധിക്കുന്നത്. എങ്കിൽ അതിനനുസൃതമായിട്ട് ഫലം കണ്ടെത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുകയും ചെയ്യണം. അപ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും സുതാര്യമാക്കത്തക്ക വിധത്തിലുള്ള ആയുർവേദ ഔഷധങ്ങൾ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടി പൃച്ഛകരോട് അല്ലെങ്കിൽ ജാതകനോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചർമ്മരോഗ സാധ്യതയെക്കുറിച്ച് നമ്മൾ മറ്റൊരു തരത്തിലും കൂടെ ചിന്തിക്കണം. ചർമ്മരോഗ സാധ്യത നമുക്ക് കിടക്കുന്ന എവിടെ എന്നുള്ളതുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. ദേഹം മൊത്തവും മഹാരോഗം വന്നിട്ട് ഈ ത്വക്ക് രോഗം എന്നാണ് ശരിക്കും പറയേണ്ടത്. ത്വക്ക് രോഗം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് ആ പദം ത്വക്ക് അധികം രോഗം എന്ന് പറയുമ്പോൾ ത്വഗ് രോഗം എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ത്വഗ് രോഗം അഥവാ ചർമ്മരോഗം വരുന്ന സമയത്ത് പൂർവ്വജന്മഫലവും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന സമയത്തല്ല, വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇനിയും വന്നവരാണ് എത്തുന്നെങ്കിൽ അവരുടെ പൂർവ്വജന്മം നോക്കേണ്ടതുണ്ട്. പൂർവ്വജന്മത്തിൽ ധാരാളം പേരെ കൊന്നിട്ടുള്ളവരാണെങ്കിൽ ചർമ്മരോഗം ഉറപ്പായി വന്ന് മരിക്കാനായിരിക്കും സാധ്യത. വളരെയേറെ ഉണ്ടാകും. അങ്ങനെ ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിച്ച് അങ്ങനെ കൈവെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ചൊറിയുക, അല്ലെങ്കിൽ പൊട്ടി വിണ്ട് കീറി ഒലിക്കുക, ഇതൊക്കെ വരുന്ന രീതിയുണ്ട്. ധാരാളം പേരെ പൂർവ്വജന്മത്തിൽ കൊന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അളവിൻ്റെ വലിപ്പം അനുസരിച്ച് ചർമ്മരോഗത്തിൻ്റെയും ഒക്കെ സാധ്യതയുണ്ട്. കണ്ണൊക്കെ വല്ലാതെ ബീഭത്സമായിട്ട് പോകാറുണ്ട് അങ്ങനെയൊക്കെയുള്ളവർക്ക്. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പൂർവ്വജന്മത്തിൻ്റെ ദോഷപരിഹാരവും കൂടെ ചെയ്യണം. അപ്പം ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചർമ്മരോഗ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ ചർമ്മരോഗ സാധ്യതയുണ്ടെങ്കിൽ അത് ഏതൊക്കെ കാലയളവിലാണ് വരാൻ സാധ്യത, ഏതൊക്കെ ദശാകാലത്താണ് വരാൻ സാധ്യത, ഏതൊക്കെ ദശയിലെ ഏതൊക്കെ അപഹാരത്തിലാണെന്ന് സൂക്ഷ്മമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അവിടെ വെച്ച് നമ്മൾ ആ ചർമ്മരോഗ സാധ്യതയും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം അവർ വെജിറ്റേറിയൻ ആയിരിക്കണോ, നോൺ വെജിറ്റേറിയൻ ആയിരിക്കണോ, വെജിറ്റേറിയൻ ആയിരിക്കണോ, വെജിറ്റേറിയൻ എന്നുണ്ടല്ലോ എഗ്ഗ് മാത്രം കഴിക്കുന്നവർ, ഇങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ സസ്യഭക്ഷണക്കാരായിരിക്കണം. സസ്യഭക്ഷണത്തിൽ തന്നെ ഇലക്കറികൾക്കാണോ പ്രാധാന്യം, ഭൂമിക്ക് താഴെ ഭൂമിക്കുള്ളിലുള്ള കാണ്ഡങ്ങൾ, ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാനാണോ യോഗം, ഇവയുടെ ആനുപാതികമായ രീതി, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ ഒരു നല്ല ഭക്ഷണശൈലിയെ ക്രമപ്പെടുത്തേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി ജ്യോതിഷത്തിലൂടെ നിങ്ങളുടെ ഗ്രഹനിലയിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.